ഞാൻ വിളിക്കാവേ. നീ എപ്പോ വന്നു? ഞാൻ കുറച്ചു നേരം വന്നിട്ട്. നിനക്കെന്താടാ എന്നെ കണ്ട ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷമൊന്നും ഇല്ലാത്ത? നീ ക്രിസ്മസിന് വരില്ലെന്നല്ലേ പറഞ്ഞേ? നീ എപ്പോഴാ പോകുന്നേ? ഞാൻ കുറച്ചു ദിവസം ഇവിടെ എന്തായാലും ഉണ്ടാവും. നിനക്കെന്താ? ജോഷോ, ആ കൊച്ചിന് എന്തെങ്കിലും മേടിച്ചോണ്ട് വാ. അവളൊന്നും കഴിച്ചിട്ടില്ല. തള്ള തുടങ്ങി പ്രിവിലേജ് ഗേളിന് വേണ്ടിട്ട്. ഞാനൊന്നും പോകുന്നില്ല. ഞാനിപ്പോ ഒന്ന് കേറിയുള്ളൂ. ഒന്നും മേടിക്കടാ, ഒരു പണിയില്ലാതെ ഇരിക്കില്ല ഇവിടെ. ഇവനെന്താ? അമ്മേ, ഇവൾക്ക് വന്ന എക്സ്ട്രാ ചിക്കൻ ഫ്രൈ. എടാ, അവള് വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ. ഈ വീട്ടില് വല്ലാതെ വർഗീയത കേട്ടോ. ഞാൻ എന്തിനാ വന്നു തുടങ്ങി. ഇനി വഴി കൂടെ പോണ ഒരാളെയും വെറുതെ വിടില്ലേ? എന്ത് കോലടി ഇത്? അല്ല, നിന്റെ ഗേൾഫ്രണ്ട് ഇതുപോലെ ഇടാറുണ്ടല്ലോ. അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? നോക്കി പഠിപ്പിനോടാ നീ എന്നെ. ജോഷോ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വാ. ഇതിന് മാത്രം സാധനങ്ങൾ ഇത് എവിടുന്ന തിരിഞ്ഞേ? നീ വന്നേ പിന്നെ അത് എന്നാ നീ ഇനി പോകുന്നേ? നിനക്കെന്താടാ എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. അത് നിന്റെ ഈ സ്വഭാവത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഫോൺ മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതി. പണ്ടൊക്കെ എന്ത് രസമായിരുന്നു അറിയും. നീ എത്ര ലേറ്റ് ആയാലും നിന്നെ പിക്ക് ചെയ്യാൻ വരുന്ന ആരായിരുന്നു? ഞാൻ. നിന്റെ എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴോ എന്നെ നീ വിളിച്ചിട്ട് എത്ര കാലമായിടി? ഇടയ്ക്കായിരിക്കും റീൽസ്, ബ്രദർഹുഡ്, എല്ലാം വെറുതെ. എടാ, ഞാൻ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇവിടെ കാര്യങ്ങൾ. അച്ഛനമ്മ രാവിലെ ആയാൽ തുടങ്ങും. ജോലി ഒന്നും ആയില്ലേ ചോദിച്ചു. ഇപ്പൊ അതേ അവളും തുടങ്ങിയിട്ടുണ്ട്. ജോലി ഒന്നും ആയില്ലേ, സെറ്റിൽ ആവണ്ടേ, കല്യാണം കഴിക്കണ്ടേ, പുറത്തിറങ്ങിയാലും ഇത് തന്നെ മടുത്തു എല്ലാം കൊണ്ട്. എടാ, നിനക്ക് ഓർമ്മയുണ്ടോ? ഇതേ സിറ്റുവേഷൻ തന്നെ ആയിരുന്നു എനിക്ക്. പക്ഷെ ചോദ്യത്തിൽ മാത്രം ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താ കല്യാണം കഴിക്കാത്തേന്ന്. ആ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നൊരു ഓൺലൈൻ കോഴ്സ് ചെയ്തായിരുന്നു, എൻട്രി ആപ്പിൽ. നീ അതിന് ഹെൽത്ത് കെയർ അല്ലേ? എൻട്രി ആപ്പിൽ എല്ലാവിധ കോഴ്സും ഉണ്ട്. ടീച്ചിങ്, ടെക്നിക്കൽ, കൊമേഴ്സ്, ലാംഗ്വേജ് റിലേറ്റഡ്, കോഡിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള കോഴ്സിന് നിനക്ക് ജോയിൻ ചെയ്യാം. എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് നിനക്ക് നല്ല സപ്പോർട്ട് കിട്ടും. പലരും നിന്നോട് പല ചോദ്യം ചോദിക്കും. നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. നിന്റെ കരിയർ ഫോക്കസ് ചെയ്യാൻ നോക്ക്. ഫീസിൻ്റെ കാര്യത്തൊന്നും നീ ടെൻഷൻ ആവണ്ട, ഞാൻ അടച്ചോളാം. പിന്നെ ഇപ്പം എൻട്രിയുടെ ഫ്യൂച്ചർ ഫെസ്റ്റ് ലൈവ് ആയതുകൊണ്ട് ഡിഫറെൻറ്റ് കോഴ്സുകൾക്ക് നമുക്ക് അപ് ടു 50% വരെ ഓഫ് കിട്ടും. അല്ലെങ്കിൽ EMI പ്ലാൻസും അവൈലബിൾ ആണ്. നിന്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവളുടെ ആറ്റിറ്റ്യൂഡ്. അത് സാരമില്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻ വഴി ഞാൻ